വേറെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു 5 ഡോർ വെഹിക്കിൾ ആണ് കേട്ടോ. ഗൂർക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് ഒരു സ്നോർക്കൽ കൊടുത്തിട്ടുണ്ട്. ഒരു സാധാരണ ഒരു വാഹനങ്ങളിനകത്തും ഇങ്ങനെ ഒരു സ്നോർക്കൽ കമ്പനി കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ഈ 2 വശത്തായിട്ട് 2 ലിവറുകളാണ് കേട്ടോ. എഴുതിയിട്ടുണ്ട് പ്രസ് ബട്ടൺ ആൻഡ് ടേൺ ഡിഫറൻഷ്യൽ ലോക്ക് റിയർ. അതുപോലെ ഇത് ഫ്രണ്ടാണ്. അപ്പോൾ ഇത് ഫ്രണ്ടിലെയും ബാക്കിലെയും ഡിഫറൻഷ്യൽസ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത് മാനുവലിയാണ്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോഡ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓഫ് റോഡർ എന്നറിയപ്പെടുന്ന ഒരു വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫോഴ്സിൻ്റെ ഗൂർക്ക അത്ര പുതിയതൊന്നും അല്ല നിങ്ങൾക്ക്. എങ്കിൽ ഈ 2024 ഗംഭീര മാറ്റങ്ങളാണ് വാഹനം കൊണ്ടുവന്നിരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പോലീസ് ഫോഴ്സിലേക്ക് ഈ ഒരു വാഹനം ചേർക്കപ്പെടുമ്പോൾ എല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതുമാത്രമല്ല, പോലീസിൻ്റെ കറുത്ത ഗൂർക്ക റോഡിൽ കൂടെ ഇങ്ങനെ ആ ഒരു ഹെഡ്ലൈറ്റൊക്കെ തെളിച്ചിങ്ങനെ പോകുന്നത് കാണുമ്പം എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അപ്പം മലയോര സ്റ്റേഷനുകളിലാണ് പൊതുവേ അത് കൊടുത്തിരുന്നത്. അപ്പം അന്ന് മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഗൂർക്ക ഒന്ന് ഓടിച്ചു നോക്കണം എന്നുള്ള. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡീലേഴ്സ് പൊതുവേ കുറവാണ്. ഇപ്പം പ്രധാനമായിട്ടും ട്രിവാൻഡ്രത്ത് ആസ്റ്റൺ മോട്ടേഴ്സാണ് ഇവിടെ ഡീലേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്തേ ഉള്ളൂ. അപ്പോൾ അതുമാത്രമല്ല, ഭയങ്കര ഡിമാൻഡുള്ളൊരു വാഹനമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. കാരണം ഇവർ കസ്റ്റമർ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് വരും, ഡെലിവറി കൊടുക്കുക, അങ്ങനെ രീതിയിലാണ്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളൊക്കെ പൊതുവേ കുറവായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ആസ്റ്റൺ മോട്ടേഴ്സിൽ നിന്ന് നമുക്ക് ഈ ഒരു വാഹനം കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിൻ്റെ ഓപ്പോസിറ്റാണ് ആസ്റ്റൺ മോട്ടേഴ്സ് വരുന്നത്. അപ്പോൾ അവരാണ് ഇപ്പോൾ അതിൻ്റെ ഡീലർഷിപ്പ് ഉള്ളത്. അപ്പോൾ ആ ഡീലർഷിപ്പിലേക്ക് ഈ വാഹനം വന്നിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഏറ്റവും പുതിയ 2024 ഗൂർക്ക ലോഞ്ച് ആയിട്ട് 1 മാസം ആയുള്ളൂ. അതായത് നമുക്ക് നാഷണൽ ലോഞ്ച് വന്നിട്ട് 1 മാസം ആയുള്ളൂ. ഷോറൂമുകളിലൊന്നും വണ്ടി വന്നിട്ടില്ലായിരുന്നു. എങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ഷോറൂമിൽ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം വന്നപ്പോൾ നേരിട്ട് ഓടി ഇങ്ങ് പോകുന്നു. നിങ്ങളെ ഈ വാഹനം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ആയിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ നമ്മുടെ യൂട്യൂബ് പേജ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം എല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പം ഏറ്റവും പുതിയ ഗൂർക്കയിലേക്ക് വരുന്ന സമയത്ത് 2024 ഗൂർക്കയിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഗംഭീര മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പിലത്തെ ഗൂർക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ റോഡ് പ്രസൻസ് കൊണ്ടൊക്കെ അൺബീറ്റബിൾ ആയിരുന്നെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആ വാഹനത്തിനകത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറച്ച് കുറവായിരുന്നു. കാരണം ഒരു ഓഫ് റോഡറിന് വേണ്ടുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് അന്ന് ബീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതൊരു ചർച്ചയായ ഒരു കാര്യമാണ്. പിന്നെ ഒരു പവർ ഫിഗേഴ്സിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം നേരത്തെ ഗൂർക്ക എന്ന് പറയുന്നത് 90 PS പവറും ഏകദേശം 250 Nm ടോർക്കും ആയിരുന്നു വാഹനം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു പവർ ഫിഗേഴ്സ് ഇവർ കൊടുത്തു. കുറച്ചുകൂടെ അല്ല, കുറച്ചധികം പവർ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. 140 PS പവറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 320 Nm ടോർക്ക് വാഹനം ഡെലിവറി ചെയ്യുന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പം നേരത്തെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തികഞ്ഞ ഒരു ഓഫ് റോഡറായിരുന്നു. ഈ ഒരു ഗൂർക്ക എന്ന് പറയുന്നത് തികഞ്ഞൊരു ഓഫ് റോഡറായിരുന്നു. പക്ഷേ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഈ വാഹനം ആൾക്കാർ മേടിക്കുന്ന സമയത്ത് നമ്മളിപ്പം ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള വാഹനം എന്ന് പറയുമ്പോൾ നിലവിലുള്ളത് താർ, ജിംനയൊക്കെയാണ്. ഇതൊക്കെ വില കൂടിയ വണ്ടികൾ എല്ലാം മേടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെളിയിൽ ഇറക്കാൻ മടിയാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞ പേരുണ്ടെങ്കിലും ആരും ചെളിയിൽ ഇറക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഈ ഒരു വാഹനം ഗൂർക്ക ശരിക്കും കുറച്ചുകൂടെ ഒരു ബ്രാൻഡിങ് ലേബിൾ വന്നത് എക്സ്ട്രീം ഓഫ് റോഡറായിട്ടാണ് വന്നത്. അപ്പം എല്ലാവരുടെ മനസ്സിലൊരു കാഴ്ചപ്പാട് ഇത് ഓഫ് റോഡിന് മാത്രമേ കൊള്ളുള്ളൂ എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു വാഹനം തികഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ കൂടെ ആയിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ദിവസവും നമ്മുടെ കമ്മ്യൂട്ടിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് ഗൂർക്ക അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൈഫ് സ്റ്റൈലിന് ആവശ്യമായിട്ടുള്ള ഗംഭീര മാറ്റങ്ങൾ ഈ വാഹനത്തിനകത്ത് ഇന്റീരിയറിനകത്തും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ വാഹനത്തിന് പ്രത്യേകതകളെന്ന് നോക്കാം. അപ്പം ഇതൊരു വേറെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു 5 ഡോർ വെഹിക്കിളാണ് കേട്ടോ. കാരണം നമുക്കറിയാം താർ ഇപ്പോൾ 5 ഡോർ വെഹിക്കിൾ ആകുമ്പോഴാണ്. അപ്പോൾ ചർച്ച ഇങ്ങനെ ഭയങ്കര രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൂർക്ക അതിന് മുമ്പ് തന്നെ കളത്തിലേക്ക് 5 ഡോർ ഇറക്കി വിട്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ 3 ഡോർ ആയിരുന്നു വാഹനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 5 ഡോർ വെഹിക്കിളാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിനകത്ത് കുറേ ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ഓഫ് റോഡ് പർപ്പസിന് ഉപയോഗിക്കുന്ന സമയത്ത് വെക്കാൻ പറ്റുന്ന കുറേ ആക്സസറീസാണ്. ഇതിനകത്ത് കുറേ ഏറ്റവും മുകളിൽ നോക്കുകയാണെങ്കിൽ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കവേഴ്സ് ഇട്ട് മൂടിയിരിക്കുകയാണ്. ഇത് റോഡിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതല്ല. നമ്മൾ ഏതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ ഓഫ് റോഡായിട്ട് പോകുന്ന സമയത്ത് നൈറ്റിലൊക്കെ ആവശ്യം വരുന്ന സമയത്താണ് നമ്മൾ ലൈറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് അതിനെ കണക്ക് കൂട്ടിയാൽ മതി. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഗ്ലാസ് ഏരിയ കാണാം. പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ട് ഗ്ലാസ്സിനൊരു ഗാർഡായിട്ട് നല്ല ഇരുമ്പിൻ്റെ നല്ല കട്ടിയുള്ള ഒരു റെയിലിംഗ് അവിടെ കൊടുത്തിട്ടുള്ളതായിരിക്കും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ വൈപ്പേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബോണറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ ബൾജുകളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇതൊരു ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബോക്സി ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്ന കേൾക്കാം, ഒരു ഒരു ബോക്സ് പോലെയാണ് ഈ വാഹനം ഇരിക്കുന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. കാരണം സാധാരണ ഒരു നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന കാർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഉരുണ്ടും എഴുത്തൊക്കെ ഇരുന്ന് അങ്ങനെയുള്ളൊരു ഭംഗിയാണ്. ഇത് കുറച്ചുകൂടെ ഒരു മസിൽ മാൻ പവർ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പവർ ബൾജുകളും ആ ബോക്സി ഡിസൈൻസിലൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈറ്റുകളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഇവരുടെ
അവരുടെ ആ ഒരു മനോഹരമായിട്ടുള്ള ഹെഡ് ലാംപ്സ് നമുക്ക് കാണാം. LED ആയിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. പ്രോ LED ആയിട്ട് വരുന്ന ഒരു ഹെഡ് ലാംപ്സ് ആണ്. അത് ഭയങ്കര രസമാണ് കാണാൻ. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഫോഴ്സിൻ്റെ LED Pro Edge എന്ന് പറഞ്ഞൊരു ലൈറ്റ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ കളേഴ്സ് ആണ് എടുത്തു പറയേണ്ട കാര്യം. റെഡ്, ബ്ലാക്ക്, അതുപോലെ തന്നെ വൈറ്റ്, അതുപോലെ തന്നെ ഗ്രീൻ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് പോലത്തെ ഗ്രീൻ കളേഴ്സൊക്കെ ഉണ്ട്. നല്ല രസമാണ് ആ ഗ്രീൻ കളർ കാണുക എന്ന് പറയുന്നത്. റെഡ് മസാദി ലുക്കാണ്. നിങ്ങൾ ഫ്രെയിമിൽ കാണുന്ന സമയത്ത് ആ പച്ചപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള റെഡ് കാണാനായിട്ട് ഒരു രക്ഷയില്ലെന്ന് പറയാം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രില്ലിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയ ഹോൾസ് ഉള്ള ഗ്രിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഗൂർഖ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൂർഖ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഗൂർഖയുടെ കത്തിയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ലൈക്ക് ഭയങ്കര ഒരു ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു ആയുധമാണ്. കാരണം ഈ പറയുന്ന ഈ കത്തി ഊരി കഴിഞ്ഞാൽ ചോര കാണാതെ തിരിച്ചു വെക്കാൻ പാടില്ലെന്നൊക്കെയാണ് എൻ്റെ നിയമം. ഇതെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെപ്പണാണ്. അപ്പോൾ അതുപോലൊരു വാഹനമായിട്ടാണ് ഇതിനെ കണക്ക് കൂട്ടുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ വാഹനങ്ങളുടെ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന സൈഡിൽ എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കും. പക്ഷേ ഇത് ഒരു ക്ലാസിക് ഡിസൈനിൽ പഴയ ഒരു റെട്രോ സ്റ്റൈലിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് തന്നെ നമുക്ക് ഗാർഡ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കേസിങ് കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടില്ല. ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ഈ പറയുന്ന പോലെ കല്ലും മണ്ണും ഒക്കെ അടിച്ചത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു ഗൂർഖയുടെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഇൻഡിക്കേറ്റർ പോർഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ടിലൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ട് വരുന്ന ബമ്പേഴ്സാണ്. നമുക്ക് ലൈക്ക് ഈ പറയുന്ന പ്ലാസ്റ്റിക്സ് കൊടുക്കുന്ന പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വലിയ തട്ടും മുട്ടുമൊക്കെ ഉണ്ടായി പൊട്ടിപ്പോകുന്ന സമയത്താണെങ്കിൽ അത് ഈസിലി റീപ്ലേസ് ചെയ്യാനാണ്. കാരണം അത്രയും കോസ്റ്റ് ഇല്ലാതെ മാറാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ, കാരണം ഒരു ഓഫ് റോഡ് വെഹിക്കിളിന് ശരിക്കും വേണ്ടത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നേരത്തെ 205 മില്ലിമീറ്റർ മാത്രമേ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതിനെ 233 മില്ലിമീറ്റർ ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അതായത് വണ്ടിയുടെ ഹൈറ്റ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു ഇരുമ്പിൻ്റെ സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കാണാം. കാരണം ഈ ഒരു ഭാഗമാണ് എപ്പോഴും നമുക്ക് തട്ടാൻ ചാൻസസ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ അപ്രോച്ച് ആംഗിൾ, അതുപോലെ ഡിപ്പാർച്ചർ ആംഗിൾസ്, ഇത് നല്ല ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓഫ് റോഡിങ് ഈ കുന്നും മലയൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഫ്രണ്ട് തട്ടാനുള്ള ഒരു കേപ്പബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇടം നമുക്ക് കാണാം. അതായത് അത്യാവശ്യം വേണ്ടുന്നതിലധികം ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിന് ഇപ്പോൾ കൊടുക്കാണ്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്. ഗൂർഖയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് ഒരു സ്നോർക്കൽ കൊടുത്തിട്ടുണ്ട്. ഒരു സാധാരണ ഒരു വാഹനങ്ങളിനകത്തും ഇങ്ങനെ ഒരു സ്നോർക്കൽ കമ്പനി കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഗൂർഖ ഇതിനകത്ത് സ്റ്റോക്കായിട്ട് തന്നെ നമുക്കൊരു സ്നോർക്കൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്നോർക്കൽ എന്തിനാണെന്ന് കുറേ പേർക്കൊക്കെ അറിയാമല്ലാത്തവർക്ക് പറയാം. ഈ വാഹനത്തിന് പൊതുവെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. 700 മില്ലിമീറ്ററാണ്. അതായത് വാഹനത്തിൻ്റെ ഇത്രയും ചെളിക്കകത്തോടെ പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളത്തിനകത്തോടെ പോയെന്ന് പറഞ്ഞാലും എഞ്ചിനകത്തേക്ക് ഈ പറയുന്ന പോലെ ചെളിയും ഇതൊന്നും വലിച്ചെടുക്കത്തില്ല. ഒക്കെ അങ്ങനെ വാട്ടർ ലോക്ക് ആകത്തില്ല. അതിനാണ് ഈ സ്നോർക്കൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈവൻ നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഗൂർഖയുടെ ബോണറ്റിൻ്റെ മുകളിൽ കൂടെ വെള്ളം വന്നിട്ട് പോലും വാഹനം ഇതിനകത്തോടെ കുതിച്ച് പോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ വാഹനത്തിനകത്ത് പ്രധാനപ്പെട്ട ഈ സ്നോർക്കൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു ഇരുമ്പ് പൈപ്പായിട്ടാണ് സ്നോർക്കൽ കൊടുത്തിരിക്കുന്നത്. അത് വാഹനത്തിന് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. അത് മാത്രമല്ല അതിൻ്റെ ഒരു കേപ്പബിലിറ്റി കാണിക്കുന്നുള്ളതാണ് വേറെ പ്രത്യേകത. ഇതൊരു 5 ഡോർ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷാസി കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരത്തെ വരാൻ 3 ഡോറിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു കൊച്ചു ഷാസി ആയിരിക്കും. അപ്പം ഈ ഫോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന ടെമ്പോ ട്രാവലർ സെഗ്മെൻറ്റിലൊക്കെയാണെന്ന് നമുക്കുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷാസി നടുക്കിന്നാണ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവർ ഹാങ്ങുകളെ അതൊന്നും ബാധിച്ചിട്ടില്ല. അപ്പം നടുക്കിൽ നിന്ന് ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പം മൊത്തം ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 4390 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. വീൽ ബേസിലേക്ക് വരുമ്പം 2825 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കൂട്ടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അപ്രോച്ചോ ഡിപ്രോച്ച് ആംഗിൾസിനൊന്നും പ്രശ്നമില്ല. കാരണം വെച്ചാൽ നടുക്കുന്ന ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് കൊണ്ട് തന്നെ ഈ ആംഗിൾസിനൊന്നും ഒരു പ്രശ്നമില്ലാതെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡിങ്ങിൻ്റെ കേപ്പബിലിറ്റിയെ ഈ ലെങ്ത്ത് ബാധിക്കത്തില്ലെന്നാണ് സിമ്പിളായിട്ട് പറഞ്ഞു വരുന്നത്. ഇനി എടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോൾഡർ ആയിട്ടുള്ള ഫെൻഡർ പോർഷൻസ് നമുക്ക് വാഹനത്തിനകത്ത് കാണാം. പിന്നെ ടയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എടുത്ത് പറയുന്ന ഒരു ചേഞ്ച് ഉണ്ട്. നേരത്തെ ഈ ഒരു വാഹനത്തിന് 16 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന ടയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ 18 ഇഞ്ച് പ്രൊഫൈലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്കറിയാം വാഹനത്തിനെ ഒരു 2 ഇഞ്ച് അത് ലിഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വന്നത് ഈ ടയറിൻ്റെ പ്രൊഫൈലൊക്കെ വന്നതുകൊണ്ടാണ്. പിന്നെ ഇതിന് മുകളിലേക്ക് ഒരു ടയേഴ്സിന് നമുക്ക് എടുക്കാൻ പറ്റും തോന്നില്ല. അതിനുള്ളൊരു സ്പേസ് നമുക്ക് അവിടെ ഒരു ചെറിയൊരു കുറവ് നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ ബമ്പേഴ്സിൻ്റെ ഒരു ഡിസൈൻ ചിലപ്പോൾ ഒന്ന് മാറ്റേണ്ടി വരികയും. പക്ഷേ ഇത്രയും ഈ ഒരു വാഹനത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വീൽ സൈസ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. കാരണം 18 ഇഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റുമ്പോൾ
നമുക്ക് മറ്റുള്ള കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ട്രൈറ്റ് ടു സ്ട്രൈറ്റ് പറയുകയാണ്. ഇപ്പോൾ താറൊക്കെ നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് താറ് ശരിക്കും പറഞ്ഞാൽ ഈ ഓഫ് റോഡ് വെഹിക്കിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻഷൻ എപ്പോഴും ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്രശ്നമുള്ളൊരു കാര്യം. കാരണം നമ്മൾ ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സസ്പെൻഷൻ എപ്പോഴും ഭയങ്കര ഹാർഡർ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഓഫ് റോഡ് വെഹിക്കിളിൻ്റെ സസ്പെൻഷൻസ് പൊതുവെ ഹാർഡറായിട്ട് കാണുന്നത്. പക്ഷേ ഇവർ ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ 4 വീലുകളും ശരിക്കും പറഞ്ഞാൽ കോയിൽ സ്പ്രിംഗ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഒരു താറിൽ കയറി കിട്ടുന്ന ഒരു കംഫോർട്ട് ഡ്രൈവിനേക്കാളും ഭയങ്കര വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴെന്നുള്ളതാണ്. അത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴേ നിങ്ങളത് മനസ്സിലാക്കുകയുള്ളൂ. കാരണം കുറച്ചും കൂടെ ഒലച്ചിൽ കുറവായിരിക്കും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഡബിൾ വിഷ് ബോൺ ആണ് സസ്പെൻഷൻ വരുന്നത്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് മൾട്ടി ലിങ്ക് ആണ് വരുന്നത്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2 ഫ്രണ്ടിലും ബാക്കിലും ആൻറ്റി റോൾ ബാർസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി പിന്നെ കൂടുന്നുള്ളതാണ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ലൈക്ക് നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് ഈ വാഹനം എന്താണെന്ന് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നുണ്ട്. എന്നാലേ ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം എത്രയും നീറ്ററായിട്ട് വരുന്ന സസ്പെൻഷൻ ആണെന്നാണ് പറഞ്ഞത്. കാരണം നമ്മളിപ്പോൾ ഒരു ട്രിവാൻഡ്രത്തിന് ഒരു മനോഹരമായിട്ടുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ജഡ്ജിക്കുന്ന് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ കുറച്ച് ഒരു ഓഫ് റോഡ് പോലൊരു സ്ഥലം പോയി കടന്നു വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒലച്ചിൽ ഭയങ്കര കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാഹനം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവുന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ FM 2.6 CR എന്ന് പറയുന്ന ഒരു ബാഡ്ജ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ FM 2.6 CR എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഫോഴ്സിൻ്റെ എല്ലാ വാഹനങ്ങളിലും നിങ്ങൾ കാണുന്ന ഒരു എഞ്ചിനാണ് FM 2.6 CR എന്ന് പറയുന്നത്. അപ്പോൾ CR CD എന്ന് പറഞ്ഞൊരു എഞ്ചിനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പറയുന്നത്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മെർസിഡീസ് ബെൻസിൻ്റെ എഞ്ചിനാണ്. ഫോഴ്സാണ് ഇന്ത്യയിൽ മെർസിഡീസ് ബെൻസിന് വേണ്ടി എഞ്ചിനുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഫോഴ്സ് മെർസിഡീസിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ 90 PS ആയിരുന്നു, അതിനെ നേരെ 140 PS കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോർക്ക് ഫിഗേഴ്സ് 320 കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. 1500 RPM മുതൽ 1700 RPM തന്നെ നമുക്ക് ഹൈ എൻഡ് ആയിട്ടുള്ള ഈ ടോർക്ക് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നേരത്തെ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചൊരു ആക്ഷേപം ഈ 90 bhp ആയിരുന്ന സമയത്ത് ഈ 100-120 ഒക്കെ ടച്ച് ചെയ്യാനായിട്ട് കുറച്ച് അധികം സമയം എടുക്കാറ്. കാരണം എഞ്ചിൻ ലോവർ ഫിഗേഴ്സിൽ ഓടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ പവറും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ടോർക്ക് ഫിഗേഴ്സും മാറിയതുകൊണ്ട് തന്നെ വാഹനം നമുക്ക് 100-140 ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് 100ൻ്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ റോഡിൽ ട്രാഫിക് കൂടുതലായതുകൊണ്ട് നമുക്കൊരു നല്ല റോഡ് കിട്ടാത്തതുകൊണ്ട് വലിയൊരു പരീക്ഷണങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും നേരത്തെ വണ്ടിയേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് വണ്ടി ട്രിഗർ ചെയ്ത് കയറി പോകുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് മിറേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് എന്ന് പറയുമ്പം ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്ന മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോളബിൾ ആണ്. ഫോൾഡബിൾ അല്ല, പക്ഷേ അകത്തിരുന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മിറേഴ്സിന് നമുക്ക് കൺട്രോൾ ചെയ്യാനുണ്ട് നമുക്ക് സാധിക്കും. ഓക്കെ, പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ വാഹനത്തിന് അതൊരു ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് സ്റ്റെപ്പ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് അത്യാവശ്യം ഗംഭീര വലിപ്പമുള്ളൊരു വാഹനമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡോറൊക്കെ പൊക്കുന്ന സമയത്ത് വാഹനത്തിനകത്തേക്ക് നമുക്ക് കയറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടുന്ന് ഇത്രയും പൊക്കത്തിൽ വേണം കയറാനായിട്ട്, എന്നിട്ട് വേണം ഇവിടെ കയറി ഇരിക്കുക എന്നുള്ളത്. അപ്പം വാഹനത്തിനൊരു യഥാർത്ഥ സൈസ് നോക്കി ഞാൻ ഇതിൻ്റെ 170 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഞാൻ നിൽക്കുന്ന കഴിയുമ്പോൾ എന്നെക്കാളും പൊക്കത്തിലാണ്. ശരിക്കും റിയലി പറഞ്ഞ ഒരു ഫോർച്യൂണറിൻ്റെ അത്രയും അല്ലെങ്കിൽ അതിനേക്കാളും ഹൈറ്റ് ഉള്ളൊരു വാഹനമാണ്, ഒരു മാസീവായിട്ടുള്ളൊരു വെഹിക്കിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും ഈ വാഹനം നോക്കും എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ സെക്കൻഡ് റോ ആണ് നമുക്കിവിടെ കാണാണ്ട് വരുന്നത്. അകത്ത് കയറുന്ന സമയത്ത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം വണ്ടിയുടെ എക്സ്റ്റീരിയർ മുഴുവൻ കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് നോക്കാം. അതുപോലെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഏറ്റവും ടോപ്പിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റൂഫ് റാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും ഇപ്പം നമ്മൾ ഇതൊരു ഓഫ് റോഡ് ടൈപ്പ് വെഹിക്കിളാന്ന് പറഞ്ഞില്ലേ, ഓഫ് റോഡ് ലൈക്ക് അവിടെ ആ സമയത്ത് നമുക്ക് വല്ല ബോട്ടോ കനായോ ഒക്കെ നമുക്ക് കെട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ടെൻറ്റുകളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റും. ഇനി ലൈഫ് സ്റ്റൈലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ചന്തയിലൊക്കെ പോയി എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ അതും വെക്കാവുന്ന രീതിയിലാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ 4x4x4 എന്ന് പറഞ്ഞൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? 4x4 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. 4x4x4 എന്ന് പറയുന്നത് ലൈക്ക് 4x4 എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമലി നമ്മൾ 4x4 ഈ പറയുന്ന പോലെ ഈ വാഹനങ്ങൾ 4x4 ആയിട്ട് ഓടിക്കാണ്ട് പറ്റും. ഈ 4 എന്ന് പറയുന്നത് 4 ടെറൈൻസ് ഒക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. 4 ടെറൈൻസ് എന്ന് പറഞ്ഞാൽ കുന്ന്, അതുപോലെ തന്നെ കാട്, വെള്ളം, ചെളി അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഡെസേർട്ടൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 4 ടെറൈനിൽ കൂടെ പോകാൻ പറ്റുന്നതുകൊണ്ടാണ് അവരതിനെ പറയുന്നത്. തൊട്ട് താഴെയായിട്ട് ഫ്യൂൽ ടാങ്കിൻ്റെ ലിഡ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. 63 ലിറ്റേഴ്സാണ് വരുന്നത്. ഡീസലാണ് വാഹനത്തിൻ്റെ ഫീലായിട്ട് വരുന്നത്. ഒറ്റ ടൈപ്പ് എഞ്ചിനും ഒറ്റ ഫ്യൂലേ ഉള്ളൂ. ഈ പറയുന്ന പോലെ നേരത്തെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അതിനെ റിട്ടേൺ ചെയ്തിരിക്കുകയാണ്, സിലിണ്ടർ സൈസൊക്കെ വ്യത്യാസം പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്ര പവറിലേക്ക് വേണ്ടി. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിൽ ടയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അലോയ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പ്രതിപാദിച്ചില്ലെന്ന് തോന്നുന്നു. ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് വരുന്ന ഒരു അലോയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അധികം സ്പോക്കുകളൊന്നുമില്ല, 5
സ്പോക്ക് 1 2 3 4 5 സ്പോക്കിൽ വരുന്ന അലോയാണ്. നടുക്കായിട്ട് ഫോഴ്സിൻ്റെ ലോഗോയും കാണും. ഇനിയാണ് വാഹനത്തിൻ്റെ പുറകിലേക്ക് വരേണ്ടത്. പുറകിലേക്ക് വരുന്ന സമയത്ത് ഇതിനൊരു പുറകെന്ന് പറയുമ്പോൾ ഒരു ബോക്സി ഡിസൈനാണ്, പക്ഷേ വളരെ ഭംഗിയാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്കിവിടെ ഒരു ലാഡർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലൈക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാനുള്ളതാണ്, ഭംഗിക്ക് വെച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ലൈക്ക് ഇനി എന്തെങ്കിലും സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് കയറാൻ വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും. എന്തായാലും യൂട്ടിലിറ്റി ഉണ്ട്, കാരണം നല്ല ബലമുള്ള സാധനമാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ടെയിൽ ലാമ്പിൻ്റെ യൂണിറ്റ് കാര്യങ്ങൾ കാണാം. ടെയിൽ ലാമ്പിലേക്ക് വരുന്ന സമയത്ത് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ റെട്രോ സ്റ്റൈൽ അങ്ങനെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊരു ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗൂർഖ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആണ് കണ്ടാൽ, മറ്റേ ഗൂർഖയുടെ കത്തിയാണ് കേട്ടോ കാണുന്നത്. ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ സ്പെയർ വീലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാണ്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C8 ടയേഴ്സാണ് വരുന്നത്. ക്രോസ് ഡ്രൈവ് ആണ്, 80 ഓൾ ടെറൈൻ ടയേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ബാക്കിൽ നമ്മളൊരു മറുക് വെച്ചിരിക്കുന്ന പോലെ അല്ലേ, ഒരു ഉണ്ണി വെച്ചിരിക്കുന്ന പോലെ ടയേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് എക്കോ സ്പോർട്ടിലൊക്കെ നമ്മൾ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അപ്പം ബാക്കിലാണെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാഡ്ജിങ് ആസ്റ്റൺ ഓട്ടോസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആണ് കേട്ടോ ട്രിവാൻഡ്രത്ത്. എറണാകുളത്തിന് താഴെ ഇവർ മാത്രമേ ഡീലേഴ്സ് ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ഓപ്ഷൻസ് നിങ്ങളുണ്ടെന്ന് വിചാരിക്കണം. നേരെ തിരുവനന്തപുരത്ത് വരേണ്ടി വരും ഇതിനിടയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ. നമ്പേഴ്സ് ഞാൻ താഴെ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഞാൻ പരിചയപ്പെടുത്താം. ലൈക്ക് അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും താഴെ വരികയാണെങ്കിൽ നമുക്ക് വലിയ ബമ്പേഴ്സ് കാണാം. അതുപോലെ നമുക്ക് സെൻസേഴ്സും കാര്യങ്ങളും കൂടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണാണ്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമുക്കിവിടെ ഒരു ഹിഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടി വലിച്ചുകൊണ്ട് പോകാൻ സമയത്ത്, അല്ല ഓഫ് റോഡ് പോകുന്ന സമയത്ത് നമ്മളൊരു കോൺവോയ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ വേറെ വണ്ടി ചെളിയിൽ താന്നു കഴിഞ്ഞാൽ നമ്മുടെ കരുത്തിനായ വണ്ടിയെ കൊണ്ട് നമുക്കിത് വലിച്ച് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ബാക്ക് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് അതിൻ്റെ ഒരു മാന്ത്രികത കാണുന്നത്. കാരണം സാധാരണ ഈ വാഹനങ്ങൾക്കൊക്കെ ഈ പറയുന്ന ലഗേജ് സ്പേസുകളില്ല, എന്നാൽ ഒരു യൂട്ടിലിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ വേണം. അപ്പോൾ 2 ബക്കറ്റ് സീറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഞാനൊന്ന് കയറി കാണിക്കാം. ഈ വാഹനത്തിൻ്റെ ബക്കറ്റ് സീറ്റിലേക്ക് കയറുന്ന സാധാരണ എല്ലാ വാഹനത്തിൻ്റെ സീറ്റൊക്കെ മടക്കി വെച്ച് കയറണം. ഇതിപ്പോൾ അങ്ങനെയില്ല, ആരെയും ശല്യപ്പെടുത്തണ്ട. നേരെ പുറകിൽ നിന്ന് ഡോറ് തുറക്കുക, നേരെ വാഹനത്തിനകത്തോട്ട് കയറുക. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഒരു ഡീസൻ്റ് ആയിട്ട് നമുക്ക് 2 പെട്ടിയൊക്കെ വെക്കാം. 2 പേരിരുന്ന് പറഞ്ഞാൽ 2 സൂട്ട് കേസൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബക്കറ്റ് സീറ്റ്സാണ്, അത്യാവശ്യം നല്ല ഈ സീറ്റ്സ് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. സാധാരണ എല്ലാ വാഹനങ്ങളിനകത്തും നമ്മൾ ഈ സെക്കൻഡ് റോയിലാണ് ഈ പറയുന്ന പോലെ ഈ ബക്കറ്റ് സീറ്റ്സ് ഒക്കെ കാണുന്നത്. പക്ഷേ ഇവർ യൂട്ടിലിറ്റി ഒക്കെ കൂട്ടാനും ഈ ഡോറ് വല്ലപ്പോഴൊക്കെ ഒന്ന് തുറക്കണ്ടേ, ഇവിടെ ബെഞ്ച് സീറ്റ് കൊണ്ട് തുറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതും ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആണ്. പുറകിലെ സീറ്റിനായിരിക്കും മിക്കവാറും നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ അടി ഉണ്ടാക്കുന്നത്. സാധാരണ അങ്ങനെ പുറകിലൊന്നും ആരും ഇരിക്കാറില്ല. പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് ഈ സീറ്റ് വിട്ട് കൊടുക്കത്തില്ല. അപ്പം അങ്ങനെ നമുക്ക് ഇതാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഈ വശത്തോടെ വന്നിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോ എന്ന് ആക്സസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ഒരു ബെഞ്ച് സീറ്റാണ്. കയറി ഇരുന്ന അതിൻ്റെ ഒരു ഫീൽ നമുക്ക് നോക്കിയിട്ട് ഡ്രൈവർ സീറ്റിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഒന്ന് കയറുകയാണ്. ഇവിടെ നമുക്ക് പിടിച്ച് കയറാനായിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു സീറ്റിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് സീറ്റ്സ് വരുന്നത്. നമുക്ക് നോർമലി ഒരു ചെറിയ സീറ്റ്സ് ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് വരുന്നത് അത്യാവശ്യം നമുക്ക് ഹെഡ്റൂം നല്ല രീതിയിലുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ്. വേറെ കുഴപ്പമില്ല, അത്യാവശ്യം നീളമുള്ള സീറ്റ്സാണ്. 3 പേർക്ക് നല്ല വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബെഡൊക്കെ അത്യാവശ്യം ഫ്ലാറ്റാണ്. വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. ഇപ്പം ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറ്റിയിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസസ് ഇല്ല. നടുക്കിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇരിക്കാനും നമുക്ക് പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ ക്യാബിനിലേക്ക് ഒന്ന് കയറാം. 2024 ഗൂർഖയുടെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞുതരാം. നേരത്തെ ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്രീനായിരുന്നു, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആയിരുന്നു. അതിനെ ഒരു 9 ഇഞ്ചിൻ്റെ സ്ക്രീനായിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ നമുക്ക് മിറർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. AC-യുടെ 2 വെൻറ്റുകൾ ഇവിടെ കാണാം. അതുപോലെ 4 വെൻറ്റുകൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ വെൻറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി പ്രധാനമായിട്ടുള്ളൊരു മാറ്റം വന്നിരിക്കുന്നത് പറഞ്ഞാൽ പുതിയൊരു MID സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും TPMS ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണ്. ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിനകത്ത് ഒരെണ്ണം റെഡ് കളറാണ്, ഒരെണ്ണത്തിൻ്റെ പ്രഷർ ലൈറ്റായിട്ട് കുറവുണ്ട്. ബാക്കി ടയേഴ്സിൻ്റെ എല്ലാ പ്രഷർ കാണും. കാരണം ഓഫ് റോഡർ വാഹനങ്ങളാകുമ്പോൾ ടയറിൻ്റെ ഒരു ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ്. അതുകൂടെ തന്നെ വാഹനത്തിൻ്റെ പവർ, അതുപോലെ തന്നെ സ്പീഡ്, ഇതെല്ലാം അവിടെ വരുന്നുണ്ട്. ഇപ്പുറത്തെ വശത്ത് ഹീറ്റാണ് വരുന്നത്, അത് ഇപ്പുറത്തെ വശത്ത് ഫ്യൂവലിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊരു പുതിയൊരു ക്ലസ്റ്ററായിട്ടാണ് കൊടുക്കുന്നത്. അതും മൾട്ടി കളറിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ സ്ഥിരം കാണുന്ന ഫോഴ്സിൻ്റെ ആ ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഈ ട്രാവലേഴ്സിലൊക്കെ കാണുന്ന അതേ സ്റ്റിയറിംഗ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഹോണാണ് ഇവിടെ വരുന്നത്. 2 വശത്തും ഹോണിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്.
അപ്പം ഒരു എന്താ പറയുക ഫോഴ്സിന് ലോഗോ വയ്ക്കേണ്ട ഒരു നോർമൽ ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്. കാരണം ഇതൊക്കെ ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആയതുകൊണ്ട് ഒരുപാട് ലെതർ റാപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം മണ്ണിലും ചെളിയൊക്കെ പിടിച്ചിട്ട് ഈ വാഹനം പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പം ഇത് നമുക്ക് വെള്ളം നനച്ച് കഴുകി തുടച്ചെടുത്താലും വാഹനത്തിന് ഇന്റീരിയറിനൊന്നും ഒരു കുഴപ്പം പറ്റാത്ത രീതിയിലാണ് ഈ വാഹനത്തിന് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് സീറ്റുകളാണെങ്കിലും ഫാബ്രിക് സീറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്ന സീറ്റുകളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് എന്തുകൊണ്ട് ഈ ലെതറൈറ്റ് സീറ്റുകൾ കൊടുത്തിട്ടില്ല എന്ന്. ഈ മെയിൻ പ്രശ്നം ഇത് തന്നെയാണ്. നമ്മൾ ചെളിയിലും മണ്ണിലും കൂടെ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ലെതറൈറ്റ് സീറ്റ് വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഫാബ്രിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് ഇട്ടൊക്കെ തേച്ചൊരച്ച് കഴുകിയാലും കുഴപ്പമില്ല. ഇന്റീരിയേഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇച്ചിരി ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നതെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഈ റഫ് ടെറൈനിൽ കൂടുതലായിട്ട് പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയാണ് റഗ്ഡ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാണ്ട് പറ്റും. പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറേ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്വിച്ച് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പെട്രോൾ ഡീസൽ നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ ഡഫിൻ്റെ ഒരു സ്വിച്ച് കാണും. ലൈറ്റ്സിൻ്റെ കുറച്ച് സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. എയർ ബാഗ് ഓഫ് ചെയ്യാനും അങ്ങനെ. പിന്നെ മോഡുകളാണ്. ഈക്കോ എന്ന് പറഞ്ഞൊരു മോഡ് വാഹനത്തിനകത്ത് ഡ്രൈവിംഗ് മോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ ഉള്ള 2 മോഡുകളാണ്. ഈക്കോയും പവറും, ഈ 2 മോഡാണ്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്ന ഈ ഒരു വാഹനം എടുക്കുന്നവരൊക്കെ പവർ മോഡിലായിരിക്കും കൂടുതൽ ഒരു പക്ഷേ ഓടിക്കുക എന്ന് പറയുന്നത്. AC-യുടെ കൺട്രോളും കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ USB ചാർജേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോഡേൺ ഫോണുകളിനകത്തൊക്കെ നമുക്ക് കുത്താൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ടൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയത്തില്ല, ഒരു ഡിസൈൻ എലമെൻ്റ് ആയിരിക്കാം. പിന്നെ ഈ 2 വശത്തായിട്ട് 2 ലിവറുകളാണ് കേട്ടോ. എഴുതിയിട്ടുണ്ട് പ്രസ് ബട്ടൺ ആൻഡ് ടേൺ ഡിഫറൻഷ്യൽ ലോക്ക് റിയർ. അതുപോലെ ഇത് ഫ്രണ്ടാണ്. അപ്പോൾ ഇത് ഫ്രണ്ടിലെയും ബാക്കിലെയും ഡിഫറൻഷ്യൽസ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത് മാനുവലിയാണ്. അത് ഈ ലിവർ മുകളിലോട്ട് പ്രസ് ചെയ്ത് വലിച്ചതിന് ശേഷമാണ് എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇൻഡിക്കേഷൻ വരും. അതിനുശേഷം നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഓഫ് ചെയ്യാം. അതായത് ഡിഫറൻഷ്യൽസ് ഒക്കെ ഉപയോഗിക്കുന്ന നമുക്ക് എന്തെങ്കിലും അറിയാമല്ലോ. കാരണം നമ്മൾ ചിലക്കകത്തൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ടയർ ലോക്കായി കഴിഞ്ഞാൽ അത് സ്കിഡ് ആകാതിരിക്കാണ്ട് അത് ലോക്ക് ചെയ്തിട്ട് നമുക്ക് വാഹനം എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന രീതിക്കാണ് ഡിഫറൻഷ്യൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. റിവേഴ്സ് ഏറ്റവും താഴെയാണ് കേട്ടോ വരുന്നത്. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ താഴെയോട്ടാണ് വരുന്നത്. അപ്പോൾ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിനകത്ത് ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഈ പറയുന്ന ഓൺ റോഡ് പെർഫോമൻസ് ഒരു പക്ഷേ കൂടുമായിരുന്നു. പക്ഷേ ആ ഗിയർ ബോക്സ് അങ്ങനെ തന്നെ അവർ നിലനിർത്തിയിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നത് ഹയർ ടോർക്ക് ഫിഗേഴ്സ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയായിരിക്കും ഈ സംഭവം കൊടുത്തിരിക്കുന്നു തോന്നുന്നു. ഓക്കെ. പിന്നെ മെയിനായിട്ട് വന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്ന വാഹനത്തിനകത്ത് ഈ പറയുന്ന പോലെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു 2H4H നമുക്ക് ഈ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾക്കകത്ത് വന്ന മാറ്റങ്ങളാണ്. അത് വയർ ബൈ ഷിഫ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വാഹനം 2H അല്ല 4H 4L ഇങ്ങനെയാണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ഉണ്ട്. 2H-ഉം 4H-ഉം ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. നമുക്ക് 4 വീലുകളിലേക്ക് പവർ കൊടുക്കാം, 2 വീലിലേക്ക് പവർ കൊടുക്കാം. അതുപോലെ 4L എന്ന് പറയുമ്പോൾ നല്ല ലോഡ്, അതായത് നമുക്ക് എക്സ്ട്രീമായിട്ട് വാഹനത്തിൻ്റെ പവർ എടുത്ത് എത്ര കയറാത്ത കയറ്റമൊക്കെ കയറാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ഗ്രേഡബിലിറ്റി ഭയങ്കര കൂടുതലാണെന്നുള്ളതാണ്. അതായത് ഒരു കുത്തനെ കയറ്റം കയറുന്നത്, അതായത് നമ്മൾ പറയത്തില്ല, നമ്മൾ ചില വണ്ടികളൊക്കെ തെങ്ങ് കയറുന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഇതിൻ്റെ ഗ്രേഡബിലിറ്റി ഭയങ്കര കൂടുതൽ. 30 ഡിഗ്രീസ് ആണ് ഇതിൻ്റെ ഒരു 32 ഡിഗ്രീസ് ഒക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് കുത്തനെ കയറ്റം കയറി പോകും എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വശത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേഴ്സോ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വയ്ക്കാം. ഇത് കൂടാതെ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെയുണ്ട്. അല്ല ഇത് ഫോൺ വയ്ക്കാൻ വേണ്ടി സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു റാക്കും കൊടുത്തിട്ടുണ്ട്. അതായത് വേണ്ട നമുക്കിങ്ങനെ ഫോൺ ഇങ്ങനെ തെറിച്ച് പോകാതെ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡോസിൻ്റെ കൺട്രോൾ, പവർ വിൻഡോസിൻ്റെ കൺട്രോളുകളല്ല, 4 വിൻഡോസും പവർ വിൻഡോയുടെ കൺട്രോൾസ് നമുക്കിവിടെ കാണാൻ പറ്റും. 4 ഡോസും പവർ വിൻഡോസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഈ ഒരു കൺസോളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഒരു കോക്പിറ്റ് ഏരിയയിൽ നിന്ന് പറയാനുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു IRBM നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ മാനുവലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. 2 വശത്തും സൺവൈസസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗംഭീര സൈസാണ് വാഹനത്തിനകത്ത് കേട്ടോ. ഇവിടെ നമുക്കൊരു റീഡിംഗ് ലാംപ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസസ് ആയിട്ട് ഇതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ബോണറ്റിന് എൻ്റെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ രാജകീയമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ആയിട്ടുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മളിനി വാഹനം നമ്മളൊന്ന് ഓഫ് റോഡിലും അതുപോലെ ഓൺ റോഡിലും ഒന്ന് ഓടിച്ച് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കുറേ ഓഫ് റോഡ് ചെറിയ വഴികൾ കൂടെ ഒക്കെ പോയിട്ട് നമ്മളൊരു മെയിൻ റോഡിലേക്ക് ഓടിക്കാണ്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ മാനുഷ് ബ്രോ ഉണ്ട്. മാനുഷ് ബ്രോ നമസ്കാരം. ഫേസ് ഒന്ന് കാണിച്ചേ. ഓക്കെ, കണ്ടല്ലോ അല്ലേ. അപ്പം നമ്മുടെ ഡീലർഷിപ്പിനെ കുറിച്ച് എന്താ പറയാ? നമ്മുടെ ഓസ്റ്റിൻ ഓട്ടോസ് ആണ് നമ്മുടെ ഡീലർഷിപ്പ്. എവിടെയാ ലൊക്കേഷൻ? ലുലു മോളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. ലുലുവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അവിടെ വന്ന ടെസ്റ്റ് ഡ്രൈവുകൾക്ക് വണ്ടി അവൈലബിൾ ആണ്. കിട്ടും ആണല്ലേ. ഇപ്പൊ നിലവിൽ ടെസ്റ്റ് ഡ്രൈവ്സിനൊക്കെ അവൈലബിൾ ആയിട്ട് 5 ഡോർ അവൈലബിൾ. 5 ഡോർ 3 ഡോറോ വരുന്നതേ ഉള്ളൂ. 3 ഡോർ വരുന്നതാണ്. ഒരു 10 ദിവസത്തിനകത്ത് ഇവിടെ വരും. 10 ദിവസത്തിനകത്ത് 3 ഡോറും വരും അല്ലേ. ഓക്കെ, നമ്മൾ ഈ ഒരു വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ആദ്യമേ പറയാം, ഈ വാഹനത്തിന്റെ AC ഗംഭീരമാണ് കേട്ടോ. എത്ര വലിയ വണ്ടിയാണെന്ന് പറഞ്ഞാലും പെട്ടെന്ന് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ബ്ലോവേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ബ്ലോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്പീഡൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
AC പെട്ടെന്ന് തന്നെ വണ്ടി വാഹനം നടക്കുന്നുണ്ട്, പെട്ടെന്ന് നടക്കും അല്ലേ? അത് കൊള്ളാം. ഏറ്റവും കൂടുതൽ ആക്ഷേപം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കേട്ടോണ്ടിരുന്നത് പറഞ്ഞാൽ വാഹനത്തിന്റെ ഒരു ഓൺ റോഡ് പെർഫോമൻസ്. ഓഫ് റോഡിൽ എക്സലന്റ് ആണ്, പക്ഷെ ഓൺ റോഡിൽ ഈ 90 HP ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ വണ്ടി. അപ്പം ഇത്ര വലിയൊരു വണ്ടി 90 HP വരുന്നു, 250 ടോർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഫോഴ്സ് അങ്ങ് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഫോഴ്സ് തീർത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതിന്റെ BHP ഒരു നമുക്കറിയാം ഓൾറെഡി നിന്നിരിക്കുന്ന എഞ്ചിന്റെ ട്യൂണിങ് ടോട്ടലി മാറിയിട്ടുണ്ട്, സിലിണ്ടറിന്റെ സൈസ് ഒക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 140 PS പവറിലേക്കും വാഹനം 320 Nm ടോർക്കിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് റോഡിലേക്ക് ഓടുന്ന സമയത്ത് ഇത് നമുക്ക് സ്പീഡ് അറ്റൻഡ് ചെയ്യുമെന്നൊക്കെ നോക്കാം. പിന്നെ ഒരു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോർക്ക് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 320 കിട്ടുന്നതിന് 1500 to 1700 ലോ ആൻഡ് RPM തന്നെ നമുക്കിത് കിട്ടും അല്ലേ? കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. കുഴപ്പമില്ല, ഇച്ചിരി നല്ല പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കേട്ടോ, വണ്ടി പറന്ന് കയറുന്നുണ്ട്. കൊള്ളാം. ഇതിന്റെ ഒരു ടോട്ടൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 90 ഒക്കെ ഞാൻ ക്ലോക്ക് ചെയ്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ട്രാഫിക് ഉള്ള റോഡാണ്, പിന്നെ നമ്മുടെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു വാഹനത്തിന്റെ സേഫ്റ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന് 2 എയർ ബാഗുകളാണ് വരുന്നത്, ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിനകത്ത് ABS EBD അങ്ങനെയുള്ള സംവിധാനങ്ങളും അതുപോലെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം സ്റ്റേബിളായിട്ടുണ്ട്. പിന്നെ ബോഡി നല്ല ബലമാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ഈ പറയുന്ന പോലെ വാഹനം അത്യാവശ്യം നല്ല സേഫർ ആയിട്ടുള്ളൊരു വാഹനം കൂടെയാണ്. അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കാർ ലൈക്ക് ഫീലും കൂടെ ആയെന്ന് പറയാം. നേരത്തേക്കാളും കുറച്ചുകൂടെ സസ്പെൻഷൻ ഒക്കെ ഭയങ്കര രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു വലിയൊരു ഒലച്ചിലുണ്ട്. പിന്നെ നമുക്കറിയാം ഇതിനകത്ത് ആന്റി റോൾ ബാർസ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതെല്ലാം നമുക്ക് ആ യാത്രയുടെ കംഫോർട്ടിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഡൈനാമിക്സിനെ ഫോഴ്സ് മാറ്റിയിരിക്കുന്നു പറയുന്നത്. ഓക്കെ, എന്തായാലും കൊള്ളാം. എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഓടിച്ചു നോക്കേണ്ട വണ്ടിയാണ്. ഇത്ര വലിയ വണ്ടിയാണ് ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടില്ല. കാരണം അത്രയും നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ നല്ലൊരു കൺട്രോളിലൊക്കെ നമുക്ക് ഓടിക്കാണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് അറിയേണ്ട ഈ വാഹനത്തിന്റെ വിലയാണ്. ഇപ്പൊ 5 ഡോറും 3 ഡോറും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ വില എക്സ്ഷോറൂം എങ്ങനെയായിരിക്കും പ്രൈസ് വരുന്നത്? 5 ഡോർ ആണ്. 5 ഡോർ വരുമ്പോഴത്തേക്കും എക്സ്ഷോറൂം 18 ലക്ഷം രൂപ എക്സ്ഷോറൂം വരും. 18 lakhs ആണ് എക്സ്ഷോറൂം 18 lakhs വരും എക്സ്ഷോറൂം വരുന്നത് അല്ലേ? ഓക്കെ, അതിന് ഇൻക്ലൂഡ് ആയിട്ട് ഇനി രജിസ്ട്രേഷന്, ഇൻഷുറൻസ്, നമ്മുടെ അക്സസറീസ്, ബേസിക് അക്സസറീസ്, വിൻസ്ക്രീൻ ബാർ, റൂഫ് കാരിയർ, ഹാഫ് ലാഡർ അക്സസറീസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഗ്രിൽസ് കൂടെ വരുന്നുണ്ട് നമ്മുടെ വാർണിംഗ് ലൈറ്റിലും ഹെഡ് ലാമ്പിലൊക്കെ. അതുകൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും 22.30 lakhs വരും. 22.3 lakhs വരും അല്ലേ? 3 lakhs വരും. ഏകദേശം അത്രയാണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അത്യാവശ്യം ഈ വാഹനത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞു കഴിയുന്നതാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ നേരിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം മാനുഷ് ബ്രോയെ കോൺടാക്ട് ചെയ്യാൻ നമ്പേഴ്സ് ഞാൻ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ആൾക്കാർ വിളിക്കും, വീഡിയോസ് കണ്ട് വിളിക്കും. അപ്പോൾ അവരുടെ സംശയങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തേക്കണം കേട്ടോ. 3 ഡോർ നമുക്കൊരു വണ്ടി വന്നിട്ട് വിളിക്കാം, നമുക്കൊന്ന് ചെയ്തേക്കാം. ഒരു 10 ദിവസം 15 ദിവസത്തിനകത്ത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മുഖം ഒന്നുകൂടെ കണ്ടുവെച്ചതുകൊണ്ട് കാണിച്ചു തരാം. അപ്പം ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു വാഹനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമന്റ് രൂപേണ ഒന്ന് എഴുതിയേക്കണം. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്തേക്കണം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ. അപ്പൊ ശരി എന്നാ. ഓക്കെ, താങ്ക് യു സോ മച്ച്.